ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സെൻട്രൽ സജീവൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നും മാർക്കറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് എവിടെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് മാർക്കറ്റിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നതാണ്. അതായത് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്സ് സപ്പോർട്ടായിട്ടും ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നതാണ്. എനിവേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതൊരു ഇംബാലൻസ്ഡ് ആണ് കോസ്റ്റ് ബൈ അഗ്രസീവ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമുക്ക് അഗ്രസീവ് ബൈയിങ്ങോ സെല്ലിങ്ങോ വരുന്ന സമയത്ത് മാർക്കറ്റ് എന്താണ് ചെയ്യുക? മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്യും അല്ലേ? അഗ്രസീവ് ബയർ വരുമ്പോൾ മാർക്കറ്റ് പെട്ടെന്ന് സഡൻ ആയിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അഗ്രസീവ് സെല്ലിംഗ് ആണ് വരുന്നതെങ്കിലോ മാർക്കറ്റ് നേരെ തിരിച്ച് താഴേക്ക് അഗ്രസീവായിട്ട് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? അപ്പം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു അഗ്രസീവ് ബൈയിങ് പ്രഷറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അവിടെ നമുക്ക് സെല്ലേഴ്സിനെ കാണാൻ പറ്റില്ല. നേരെ തിരിച്ച് ഈ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഒരു അഗ്രസീവ് സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ നമുക്കൊരു ബൈയിങ് പ്രഷർ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു സെല്ലേഴ്സിന്റെ ഇംബാലൻസും മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഒരു ബയേഴ്സിന്റെ ഇംബാലൻസും അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു FVG എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഐദർ ഒരു ബൈയിങ് ഇംബാലൻസ് ആവാം, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ഇംബാലൻസ് ആവാം. നമ്മളിത് ചാർട്ട് നോക്കി മനസ്സിലാക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 കാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണെന്ന് ആദ്യം മനസ്സിലാക്കാം. നമുക്കിവിടെ ഒരു 3 കാൻഡിൽ സ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. തേർഡ്, നമുക്ക് ബുള്ളിഷ് FVG ഉണ്ട്, നമുക്ക് ബെയറിഷ് FVGയും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒരു 3 കാൻഡിൽസ് കാണാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആദ്യത്തെ ക്യാൻഡിൽ കാണാൻ പറ്റും. അതിനുശേഷം രണ്ടാമതൊരു ഹ്യൂജ് ക്യാൻഡിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതിനെ നമ്മൾ എക്സ്പാൻഷൻ ക്യാൻഡിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്യാപ്പ് ക്യാൻഡിൽ എന്ന് പറയും. മൂന്നാമത് നമുക്കിവിടെ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ കൺഫർമേഷൻ ക്യാൻഡിൽ എന്ന് പറയും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിൽ ഇന്റർ ടച്ച് ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റത്തെ ക്യാൻഡിലെ ഹൈ എവിടെയാണ്? ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഹൈ. മൂന്നാമത്തെ ക്യാൻഡിലെ ലോ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ക്യാൻഡിലെ ഹൈയും മൂന്നാമത്തെ ക്യാൻഡിലെ ലോയും തമ്മിൽ ടച്ച് ചെയ്തിട്ടില്ല. അതിന് ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഹ്യൂജ് ബോഡി കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ഗ്യാപ്പ് ക്യാൻഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇന്റർ ടച്ച് ചെയ്യാതെ, ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഇന്റർ ടച്ച് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേണിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. അതായത് ഇവിടെ മാർക്കറ്റിൽ ഒരു അഗ്രസീവ് ബൈയിങ് നടന്നു എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഇനി ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കേണ്ടത്? മാർക്കറ്റ് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു ഇംബാലൻസ് എന്ന് പറയും. അതായത് ഇവിടെ ഒരു ബൈയിങ് പ്രഷർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഒരു ഇംബാലൻസ് ആവുന്നത്, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷറും കൂടെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഇംബാലൻസ് ബാലൻസ്ഡ് ആവുകയുള്ളൂ. ഓക്കെ, നേരെ അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ ടച്ച് ചെയ്തിട്ടില്ല. ഉള്ളിൽ നമുക്കൊരു ഗ്യാപ്പ് ക്യാൻഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ കൺഫർമേഷൻ ക്യാൻഡിലും നമ്മളെ ഇനീഷ്യൽ ക്യാൻഡിലും തമ്മിൽ ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മളൊരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബെയറിഷ് മൂവ് ആണ് താഴേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഇനി ഒരു ബുള്ളിഷ് മൂവ് തരികയാണെങ്കിൽ ഈ ഒരു ലെവൽ ബാലൻസ്ഡ് ആയി മാറും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുക. ഇനി നമുക്ക് ചാർട്ടിൽ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് വരാം. സോ ഞാനിവിടെ ഗോൾഡിന്റെ ഡെയിലി ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ എക്സാമ്പിൾസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3 ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ ടച്ച് ആയിട്ടില്ല. അപ്പോൾ ഇതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇനി അതിന്റെ തൊട്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. കാരണം ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ടച്ച് ആയിട്ടില്ല. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതേമാതിരി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇനി നമുക്ക് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ ടച്ച് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് FVG ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ടച്ച് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇനി
ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ടച്ച് ആയിട്ടില്ല. അപ്പോൾ ഇതൊരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഫെയർ വാല്യൂ ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ് മാർക്കറ്റിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് പവർഫുൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വിച്ച് വിൽ ആക്ട് ആൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫ്രണ്ട്സ്, മാർക്കറ്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള FVGs നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതല്ലാതെയും പല മെത്തേഡ്സും ഉണ്ട് ഇമ്പോർട്ടൻറ്റ് FVG കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെത്തേഡിലേക്ക് പോവാം. ആദ്യം തന്നെ മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാവണം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്വിംഗ് ലോൻ്റെ താഴേക്ക് മാർക്കറ്റ് ഒരു ക്ലോസ് ക്യാൻഡിൽ തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ബേസിക് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി. ഇനി മാർക്കറ്റ് ആക്ച്വലി ബെയറിഷ് ആണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു 1 2 3 4 ക്യാൻഡിൽസ്, ഈ ഒരു 3-4 ക്യാൻഡിൽസ് മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബെയറിഷ് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് മാർക്കറ്റ് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് ഡയറക്റ്റ് നേരെ ഈ ഒരു ഹൈൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഫെയിലിയർ ആവും. ഓക്കെ, അപ്പം നമുക്ക് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഫെയിലിയർ തരണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ലാസ്റ്റ് മൂവ് മസ്റ്റ് ബി ടുവേർഡ്സ് ദ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിഫോർ ദ സ്ട്രക്ചർ ഷിഫ്റ്റ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് മൂവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ താഴേക്ക് വന്നിട്ടുള്ള ഈ ക്യാൻഡിൽസ് ആണ്. ഓക്കെ, അതായത് സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇതാണ്. ഫസ്റ്റ് പാർട്ട് ഇതായിരുന്നു, ഹൈ ലോ ഹയർ ഹൈ ലോവർ ലോ. അപ്പോൾ ഈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലാസ്റ്റ് പാർട്ടിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് മാർക്കറ്റ് വരണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിവിടെ ടൈം സൈക്കിൾസ് ആണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫെബ്രുവരി മാസത്തെ കംപ്ലീറ്റ് റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി മാസത്തെ ഹൈ ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്മളെ ലാസ്റ്റ് മൂവ് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മളെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്കാണ്, അതായത് ഫെബ്രുവരി മാസത്തെ ഹൈയിലേക്കാണ്. അതാണ് നമ്മളെ സെക്കൻഡ് കണ്ടീഷനും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ക്ലോസ് തരുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലോസ് തരുമ്പോൾ എന്ത് വേണം, മാർക്കറ്റിൽ ഒരു FVG വേണം അല്ലേ. അപ്പോൾ ലെറ്റ്സ് സീ. അതിനുശേഷം സ്ട്രെയിറ്റ് അവേ മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോയി അല്ലേ. മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഒരു FVG ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും എന്തുണ്ട്, ഒരു ഗ്യാപ്പ് ക്യാൻഡിൽ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന FVGs മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് ഈ ഒരു FVG സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ അവിടെ റീപ്ലേ മോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി നമ്മളെ ഈ ഒരു FVGയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമ്മളെ FVGയിൽ മാർക്കറ്റ് എക്സാക്ട്ലി ടാപ്പ് ചെയ്തു. ആൻഡ് സീ ദ ബ്യൂട്ടി, ഒരു ക്യാൻഡിൽ പോലും ഈ FVGൻ്റെ ഉള്ളിലേക്ക് ക്ലോസ് വന്നിട്ടില്ല. ലുക്ക് അറ്റ് ദ ബോഡി. ആൻഡ് ഇവിടുന്ന് സ്ട്രെയിറ്റ് അവേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഷൂട്ട് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ സ്ട്രക്ചർ ഷിഫ്റ്റ് ഫെയിലിയർ ആയിട്ട് തന്നിരിക്കുന്നതും നമ്മളെ ലാസ്റ്റ് മൂവ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് തന്നതിന് ശേഷം നമ്മളെ സ്ട്രക്ചർ ഷിഫ്റ്റ് ഫെയിലിയർ ആവുകയാണെങ്കിൽ വിത്ത് ആൻ FVG, ആ ഒരു FVG മാർക്കറ്റിൽ എപ്പോഴും സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നമ്മളെ ബെയറിഷ് FVGൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടിട്ട് വരാം.
സോ ഫ്രണ്ട്സ്, ഞാനിവിടെ സിൽവറിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, അപ്പോൾ ദിസ് മേക്സ് ആസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. പക്ഷേ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് വന്നത്, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് നമ്മളെ വീക്ക്ലി ഹൈ ആണ്. ഓക്കെ, ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാർക്കറ്റിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റ് നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് നോക്കേണ്ടത്, ഈ ഒരു ലോൻ്റെ താഴേക്ക് മാർക്കറ്റ് ബ്രേക്ക് തരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അങ്ങനെ ബ്രേക്ക് തരുമ്പോൾ മാർക്കറ്റിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്യുമോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. താഴേക്ക് വന്നു, തിരിച്ച് മുകളിലേക്ക് എങ്ങോട്ട് വന്നു, നമ്മളെ ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, തിരിച്ച് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേറൊരു കാര്യം കൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ, മാർക്കറ്റ് ആക്ച്വലി താഴേക്ക് വരുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ലൈക്ക് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. ഇവിടെ നിങ്ങൾ നോക്കൂ, മാർക്കറ്റ് ഈ ഒരു ലോ മാർക്കറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളെ സ്ട്രക്ചർ ഷിഫ്റ്റ് ഫെയിലിയർ തന്നു. ഫെയിലിയർ ആവുന്നതിന് മുന്നേ മാർക്കറ്റ് എന്ത് ചെയ്തു, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു FEG കൂടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, FEG കൂടെ ക്രിയേറ്റ് ചെയ്തു, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പക്ഷേ ആ FEG ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇതൊരു ലോവർ ഹൈ, ഇതൊരു ലോവർ ലോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും ഒരു ബെയറിഷ് സ്ട്രക്ചറും കൂടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ദിസ് വിൽ ആക്ട് ആസ് എ സൂപ്പർ റെസിസ്റ്റൻറ്റ് സോൺ ഫോർ ഷുവർ. ഓക്കെ, ലെറ്റ്സ് സീ മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ എന്താണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഷുഡ് ആക്ട് ആസ് എ റെസിസ്റ്റൻസ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളെ എക്സാക്ട്ലി നമ്മളെ FEGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. മാർക്കറ്റ് 50% എക്സാക്ട്ലി ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. മേ ബി മാർക്കറ്റ് ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യും. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മോസ്റ്റ് പവർഫുൾ FEGs കണ്ടുപിടിക്കുക. ഇതല്ലാതെയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ.